വനനിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ ഫലമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ജനരോഷത്തിന് മുന്നിൽ മുട്ടുമടക്കി. ജനങ്ങളെ വെല്ലുവിളിച്ച ഒരു നിയമവും അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇനിയും നിരവധിയായ ഭൂവിഷയങ്ങളും വന്യജീവി ആക്രമണങ്ങളും നിലനിൽക്കുന്നു എന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു. ഈ ഗവൺമെന്റ് ഇടുക്കി ജില്ലയോടും മലയോര മേഖലയോടും ചെയ്തിട്ടുള്ള ക്രൂരതകളിൽ ഏറ്റവും അവസാനം വന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ് ഈ വിഷയം. ചെറിയ കാര്യം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും അവസാനം വന്ന ഈ വിഷയം എന്നുള്ളത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പുറത്ത് നിൽക്കുക. ഇവിടെ ചട്ടം ഭേദഗതി വന്നിട്ടില്ല, കെട്ടിട നിർമ്മാണ നിരോധന നിയമം, വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ അക്ഷത അനുഭവിക്കുന്ന മനുഷ്യര് പട്ടയ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നു. 64 റൂൾ അനുസരിച്ചും 93 റൂൾ അനുസരിച്ചുമുള്ള പട്ടയ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ നിലയിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം ദുരുപദിഷ്ടിതമായിട്ടുള്ള ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഇടപെടലാണ് ഈ ഗവൺമെന്റ് ഭാഗത്ത്. അതുകൊണ്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്ന ഈ വനനിയമ ഭേദഗതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമരത്തിനുള്ള വിജയമാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുക.